നമസ്തേ. ദാരിദ്ര്യം മൂലം ഒരു വീട്ടിലെ 4 പേർ ആത്മഹത്യ ചെയ്തു. എവിടെ? അതിദരിദ്രർ ഇല്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിൽ. ഏത് കേരളം? പ്രബുദ്ധതയിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും സമ്പന്നതയും നമ്പർ 1 ആയ കേരളത്തിൽ. ആരാണ് ആത്മഹത്യ ചെയ്തത്? ഒരു ഹിന്ദു കുടുംബം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാട്ടിലെ ഹിന്ദു. ഒറ്റ മാസം 5ഉം 6ഉം കോടികൾ നടവരവുള്ള 50ലേറെ ക്ഷേത്രങ്ങളുള്ള നാട്ടിലെ ഹിന്ദു. 2 മാസം കൊണ്ട് 2 ലക്ഷം കോടി രൂപയുടെ കൈവിക്രയം കേരളത്തിൽ നടത്തുന്ന ശബരിമല ശാസ്താവിന്റെ നാട്ടിലെ ഹിന്ദു. ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ കിരീടങ്ങൾ വിഗ്രഹങ്ങൾക്ക് ചാർത്തുന്ന അതിസമ്പന്നരായ ഹിന്ദുക്കളുള്ള നാട്ടിലെ ഒരു ഹിന്ദു കുടുംബമാണ് പട്ടിണിയും ദാരിദ്ര്യവും മൂലം മരുന്നിനും ഭക്ഷണത്തിനും ഗതിയില്ലാതെ ജലസമാധി തേടിയത്. മുട്ടിന് സപ്താഹവും പൂജയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഉത്സവങ്ങളും പൂരങ്ങളും വേലകളും നടത്തുന്ന ഹിന്ദുക്കൾക്കിടയിലാണ് ഈ ആത്മഹത്യ. ഒരു ഹിന്ദുവിന് 9 ഹിന്ദു സംഘടനകളും ഹിന്ദുക്കളെ രക്ഷിക്കാൻ മാത്രം ആയിരക്കണക്കിന് രാഷ്ട്രീയ സംഘടനകളും ഉണ്ടായിട്ടും നിത്യേന ബൈഠക് മഹാമാഹം നടത്തിയിട്ടും എന്തേ ഈ ഗതി മാറുന്നില്ല? എറണാകുളം ജില്ലയിലെ പിറവത്ത് മൂവാറ്റുപുഴയാറ്റിൽ ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കിയ സംഭവം കേരളത്തിന്റെ മനസാക്ഷിയെ ഒന്നാകെ നൊമ്പരപ്പെടുത്തിയിരിക്കുകയാണ്. പാലക്കാട് സ്വദേശിയായ നാരായണൻ, പായിപ്പുറ സ്വദേശിനിയും കാഴ്ച പരിമിതിയുള്ളവരുമായ ഭാര്യ വിജി, ഇവരുടെ 2 വയസ്സുള്ള ആൺകുഞ്ഞ്, 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന മൂത്ത മകൾ എന്നിവരടങ്ങുന്ന കുടുംബമാണ് കടുത്ത ദാരിദ്ര്യത്തെ തുടർന്ന് ജീവിതം അവസാനിപ്പിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് വെള്ളൂർ പിറവം പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലായി വിജിയുടെയും ഇളയ കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും നടത്തിയ തിരച്ചിലിൽ ഇന്ന് ഉച്ചയോടെ നാരായണന്റെ മൃതദേഹവും ലഭിച്ചു. എന്നാൽ ഇവരുടെ മൂത്ത മകൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ ഇപ്പോഴും പുഴയിൽ നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ ഇവരുടെ ശരീരത്തിൽ മറ്റു പരിക്കുകളോ സംശയാസ്പദമായ അടയാളങ്ങളും കണ്ടെത്താത്തതിനാൽ ഇത് ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരണത്തിന് കീഴടങ്ങുന്നതിന് തൊട്ടു മുൻപ് പിറവം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഐശ്വര്യ ഹോട്ടലിൽ നിന്നും ഇവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. നാരായണൻ ഇളയ കുഞ്ഞിനെ തോളിലെടുത്ത് മൂത്ത മകളുടെ കൈ പിടിച്ച് നടക്കുന്നതും കാഴ്ചപരിമിതിയുള്ള വിജി മകളുടെ തോളിൽ പിടിച്ച് പിന്നാലെ പോകുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. കൂലിപ്പണിക്കാരനായ നാരായണന് സ്ഥിരമായ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. കോതമംഗലം ഭാഗങ്ങളിൽ താമസിച്ച് വിവിധ ക്ഷേത്രങ്ങളിലും മറ്റും പോയി നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇവർ ഏറെ കാലമായി കഴിഞ്ഞിരുന്നത്. വാടക കൊടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് വീടൊഴിയേണ്ടി വന്ന ഇവർ കോതമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ കോതമംഗലം സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പോലീസുകാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഇവർക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകുകയും താൽക്കാലികമായി നഗരത്തിലെ ഒരു ലോഡ്ജിൽ താമസിക്കാൻ സൗകര്യം ഒരുക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസുകാർ തന്നെ മുൻകൈയെടുത്ത് നെല്ലുകുഴി ഭാഗത്ത് ഇവർക്കായി ഒരു വാടക വീട് കണ്ടെത്തി നൽകുകയും ചെയ്തു. പോലീസുകാർ കണ്ടെത്തി നൽകിയ ആ പുതിയ വാടക വീട്ടിലേക്ക് മാറാനിരുന്ന ദിവസമാണ് എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ച് ഈ കുടുംബം ഒരുമിച്ച് പുഴയിൽ അഭയം പ്രാപിച്ചതെന്ന വസ്തുത ഈ ദുരന്തത്തിന്റെ വേദന വർദ്ധിപ്പിക്കുന്നു. ദാരിദ്ര്യവും അതിജീവനത്തിന്റെ ബുദ്ധിമുട്ടുകളുമാണ് ഈ കുടുംബത്തെ ഇത്തരം ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹിന്ദു